പറ്റില്ല. അൽവിളയില് നേരത്തെ സാങ്കേതിക പ്രശ്നം ഉണ്ടായിരുന്നു, അത് മാറിയെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്കൾക്ക് തുടരാം. അതെ അതെ ഞാൻ സൂചിപ്പിച്ചത് ആ കേസുമായി ബന്ധപ്പെട്ട നാൾവഴികൾ പരിശോധിക്കുമ്പോൾ ഈ ശബരിമലയിൽ നടന്ന പമ്പാ സംഗമത്തിന്റെ ശോഭ കെടുത്താൻ വേണ്ടിയാണെന്ന ഇടതുപക്ഷ നിരീക്ഷകന്റെ അഭിപ്രായം പൂർണ്ണമായും തെറ്റാണ് നമുക്ക് കാണാൻ സാധിക്കും. ഇതേപോലെ തന്നെയാണ് ഈ ദേവസ്വത്തിന്റെ പ്രസിഡന്റ് ഇപ്പോൾ പറഞ്ഞൊരു കാര്യം. ഭാരത കേസരി ഇരുന്ന സീറ്റിലാണ് കേരള കുറുക്കനായിട്ടുള്ള പ്രശാന്ത് ഇരിക്കുന്നത്. ഭാരത കേസരി മന്നത്ത് പത്മനാഭൻ ഇരുന്ന ആ കസേരയില് കേരള കുറുക്കനായിട്ടുള്ള ഈ PS പ്രശാന്ത് ഇരിക്കുന്നിടത്ത് തന്നെയാണ് നാണക്കേട് തുടങ്ങുന്നത്. അദ്ദേഹം ഇന്ന് സൂചിപ്പിച്ച ഒരു കാര്യം നോക്കുമ്പോൾ ഇതിനകത്തുണ്ടാവാൻ സാധ്യതയുള്ള ഒരു രാഷ്ട്രീയ അഡ്ജസ്റ്റ്മെന്റിനെ പറ്റി വിരൽ ചൂണ്ടുന്ന കാര്യമാണ്. നമ്മൾ ഈ ചർച്ചകളിലൊക്കെ പറയുന്നത് 2019 കാലയളവിൽ ശ്രീ പത്മകുമാർ ദേവസ്വത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നതിന് ശേഷമുള്ള കാര്യങ്ങളെ പറ്റിയാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം ഞങ്ങളൊക്കെ ശുദ്ധരാണ്, ഞങ്ങളുടെ കാലത്തൊന്നും യാതൊരു തട്ടിപ്പും വെട്ടിപ്പും നടന്നിട്ടില്ല, ഇതെല്ലാം ഇടതുപക്ഷം വന്നതിന് ശേഷം മാത്രമാണ് നടന്നതെന്നാണ് കോൺഗ്രസ്സുകാർ അവകാശപ്പെടുന്നത്. പക്ഷെ ഇന്ന് പ്രശാന്തിന്റെ പ്രസ്താവനയിൽ കൂടെ വായിക്കുമ്പോൾ, ആ വരികൾക്കിടയിൽ വായിക്കുമ്പോൾ അതിന്റെ പിറകോട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പഴയ കാലത്ത് ഞങ്ങൾ മാത്രമല്ല മോഷ്ടിച്ചത്, ആ കാലത്ത് ഇരുന്നിട്ടുള്ള കോൺഗ്രസിന്റെ ആൾക്കാരും ഈ മോഷണം നടത്തിയിട്ടുണ്ട് എന്നുള്ളതിന്റെ സൂചനയായിട്ടാണ് ഇന്ന് ഒരു വാർത്ത പുറത്തു വന്നിരിക്കുന്നത്. ശബരിമലയിലെ താഴെക്കുടം ശബരിമലയിൽ നിന്ന് ഇളക്കി പമ്പയിലേക്ക് കൊണ്ടുവന്നു. അത് ദേവസ്വം മാനുവലിന് വിരുദ്ധമാണ് എന്നുള്ള വാർത്തയാണല്ലോ ഇന്ന് മാധ്യമങ്ങളൊക്കെ കൊണ്ടുവന്നത്. അത് സൂചിപ്പിക്കുന്നത് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു അവിഹിതമായ ബന്ധത്തിനെ പറ്റിയാണ്. കാരണം 2018 മുമ്പുണ്ടായിരുന്ന കാലയളവില് ദേവസ്വം ബോർഡ് ഭരിച്ചിരുന്നത് ശ്രീ അനന്തഗോപന് മുമ്പ് ദേവസ്വം ബോർഡ് ഭരിച്ചിരുന്നത് ആരാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ആ കാലഘട്ടത്തിൽ കോൺഗ്രസിന്റെ ആൾക്കാരെയും കൂടി ഇതിനകത്തേക്ക് വലിച്ചിഴച്ചതിന് ശേഷം ഒരു രാഷ്ട്രീയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാക്കുക. ശ്രീ രഞ്ജിത്ത് സൂചിപ്പിച്ച ചില കേസുകൾ ഉണ്ടല്ലോ, കേരള ചരിത്രത്തിലെ കേരളത്തിനെ പിടിച്ചുകുലുക്കിയ രാഷ്ട്രീയ സംഭവങ്ങൾ ഉണ്ടല്ലോ. സരിതാ നായരുടെ കേസ്, സ്വപ്ന സുരേഷിന്റെ കേസ്, അത് രണ്ടും അവിടെ നിൽക്കട്ടെ. അതിനു മുമ്പ് മണിച്ചന്റെ ഡയറിയുമായി ബന്ധപ്പെട്ടൊരു കേസ് കേരളത്തിൽ ചർച്ച ചെയ്തിരുന്നു. അന്ന് ആ മണിച്ചന്റെ ഡയറിയിൽ വിജിലൻസ് AK ആന്റണി നിയമസഭയിൽ പറഞ്ഞല്ലോ, ഈ മണിച്ചൻ മാസപ്പടി കൊടുത്ത ആൾക്കാരുടെ പേരിലെ പ്രഥമ സ്ഥാനം വഹിച്ചിരുന്ന വ്യക്തി ഇപ്പോൾ 2019 കാലയളവിൽ ദേവസ്വത്തിന്റെ മന്ത്രിയായിരുന്ന ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ ആയിരുന്നു എന്ന് നിയമസഭയുടെ രേഖകളിൽ ഉണ്ടല്ലോ. ആ രേഖ അനുസരിച്ച് അദ്ദേഹത്തിനെതിരെ ഏതെങ്കിലും നടപടികൾ, ഏതെങ്കിലും കേസ് കൈകാര്യം ചെയ്തിട്ടുണ്ടോ? ഒന്നും ഉണ്ടായില്ല. ഈ കേരളത്തില് രാഷ്ട്രീയ നേതാക്കന്മാരിലേക്ക് ഒരു കേസുകളും ചെന്നെത്തുന്നില്ല എന്നുള്ളത് തന്നെയാണ് മണിച്ചന്റെ കേസും ഈ സ്വപ്ന സുരേഷിന്റെ കേസും സരിതാ നായരുടെ കേസും സൂചിപ്പിക്കുന്നത്. സമാന സാഹചര്യം തന്നെയാണ് ഈ കേസിലും ഉണ്ടാവാൻ സാധ്യതയുള്ളത്. ഇതിപ്പോ ഹൈക്കോടതി ഇടപെട്ടു, അവരുടെ നിയന്ത്രണം ഉണ്ട് എന്നുള്ള കാരണത്താൽ ഇത് പൂർണ്ണമായ ഒരു അന്വേഷണം നടക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കില്ല. ഇതിപ്പോ ബെല്ലാരി വരെ കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഗോവർദ്ധൻ എന്ന് പറയുന്ന ബെല്ലാരിക്കാരന്, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ബാംഗ്ലൂർ സ്വദേശി, അതുപോലെ തന്നെ ചെന്നൈയിലെ ഈ സ്മാർട്ട് ക്രിയേഷൻ എന്ന് പറഞ്ഞ സ്ഥാപനം, ഹൈദരാബാദിലെ ചില വ്യക്തികളും സ്ഥാപനങ്ങളും, ഇതൊക്കെ ഒരു അന്താരാഷ്ട്ര തലത്തിൽ അല്ലെങ്കിൽ ഭാരതത്തിന്റെ വിവിധ പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട ഒരു കുറ്റകൃത്യമാണെന്ന് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് കേരള പോലീസിലെ ഒരു ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം ധാരാളം പരിമിതികൾ ഈ കേസ് അന്വേഷണത്തിലുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തിനെ മനസ്സിലാക്കിക്കൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ കേസിലെടുക്കേണ്ട നയം ഇത് CBI പോലുള്ള ഒരു ഏജൻസിക്ക് വിടണം. അങ്ങനെയാണ് കേരളത്തിലെ എല്ലാ അയ്യപ്പ ധർമ്മ വിശ്വാസികളും പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം. താങ്കൾ നവമാധ്യമങ്ങളിലെ താങ്കളുടെയൊക്കെ ചാനലുകളിൽ കമന്റ് ബോക്സുകളൊന്ന് പരിശോധിക്കുമ്പോൾ മഹാഭൂരിപക്ഷം വരുന്ന വ്യക്തികളും കമന്റ് ചെയ്തിരിക്കുന്ന അപ്രകാരമാണെന്ന് കാണാൻ സാധിക്കും. ഒരു കാര്യം കൂടെ ഞാൻ സൂചിപ്പിക്കാം. ഈ മോഷണത്തിന്റെ ആ സ്വീക്കൻസും ആ നാൾവഴികളും പരിശോധിക്കുമ്പോൾ എങ്ങനെയാണ് തുടങ്ങിയെന്ന് നമ്മൾ നോക്കണം. ശബരിമലയുടെ പ്രവേശന കവാടം എന്ന് വിശേഷിപ്പിക്കാവുന്ന നിലയ്ക്കലിലെ മെസ്സിൽ തുടങ്ങിയ മോഷണം, പമ്പയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വഴി ശബരി പാതയിലെ കല്ലുപാകലിൽ കൂടി ശബരിമലയുടെ വാതില് പാളി, അങ്ങനെ ഏറ്റവും അവസാനം താഴിയക്കുടം വരെ, എന്ന് വെച്ചാൽ ഏറ്റവും താഴെയുള്ള നിലയ്ക്കലിലെ സ്റ്റേഷൻ തൊട്ട് ഏറ്റവും ടോപ്പിലുള്ള ആ താഴിയക്കുടം വരെ മോഷ്ടിക്കാൻ ആസൂത്രിതമായിട്ടുള്ള തന്ത്രപരമായിട്ടുള്ള നീക്കങ്ങൾ വളരെ വർഷക്കാലമായി ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നേതൃത്വത്തിൽ, അദ്ദേഹം മാത്രമല്ല ദേവസ്വത്തിന്റെ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ആൾക്കാർ പ്ലാൻ ചെയ്ത് കൃത്യമായിട്ടുള്ള നാൾവഴികൾ രേഖപ്പെടുത്തിക്കൊണ്ട് റൂട്ട് മാപ്പ് തയ്യാറാക്കിക്കൊണ്ട് നടത്തിയ ഒരു ആസൂത്രിതമായ കൊള്ളയാണ്. ഈ ചർച്ചകളിലൊക്കെ തന്നെ നമ്മൾ പറയാതെ പോകുന്ന ഒരു കാര്യമുണ്ട്. 4 കിലോ ആയിക്കൊള്ളട്ടെ, 40 കിലോ ആയിക്കൊള്ളട്ടെ, ഇന്നത്തെ സ്വർണ്ണവില അനുസരിച്ചാണ് നമ്മൾ ഈ കണക്കുകളിലേക്ക് പോകുന്നത്. അതിന്റെ ഡിവൈൻ വാല്യൂ ഒറ്റയാളും ചർച്ച ചെയ്യുന്നില്ല. ശബരിമല ധർമ്മശാസ്താവിന്റെ സ്വർണ്ണപ്പാളി ഓരോ ഗ്രാമായിട്ട് മുറിച്ച് ശബരിമലയിലെ വാതിലിലെ ഓരോ തുണ്ട് ഓരോ കഷ്ണമായി മുറിച്ച് വിൽക്കുമ്പോൾ
1 ഗ്രാം സ്വർണ്ണപ്പാളിയുടെ വിലയ്ക്കല്ല അവിടെ പ്രാധാന്യം. അത് 1 കിലോയ്ക്ക് തുല്യമായ വിൽപ്പന, ഡിവൈൻ വാല്യൂ അനുസരിച്ച് വിൽപ്പന നടത്താനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ശബരിമലയിൽ അത് മാത്രമല്ല, ഇവിടുന്ന് ഈ ദേവസ്വം ബോർഡിന്റെ അനുമതിയോടെ ഇവിടെ നിന്ന് ചെന്നൈയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ കറങ്ങിയാണ്. ഏതാണ്ട് 10-29-30 ദിവസം ശേഷമാണ് ഈ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന് പറയുന്ന സ്ഥലത്ത് ഇയാൾ ഈ പോറ്റി ഈ സാധനം എത്തിക്കുന്നത്. അതിനിടയിൽ നമ്മൾ കണ്ടതാണ് ജയറാമിൻ്റെയൊക്കെ വീട്ടിൽ ഇത് പ്രദർശിപ്പിക്കുന്ന ചിത്രമൊക്കെ പുറത്തു വന്നതാണ്. അങ്ങനെ എത്ര പണം ഉണ്ടാക്കി കാണും. ഇതൊക്കെ മനസ്സിലാകാത്തത്, ഇതൊന്നും ഇയാൾ ഇത്ര വലിയ പ്രവൃത്തി ചെയ്തിട്ടും ഈ ദേവസ്വം ബോർഡിന് ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു വിവരവും ഇയാളെക്കുറിച്ച്, എത്ര പരിപാവനമായി ഭക്തർ കാണുന്ന കാര്യങ്ങളൊക്കെയാണെന്ന് മനസ്സിലാക്കണം. ഇതൊക്കെ പല വീടുകളിലും അമ്പലങ്ങളിലും പ്രദർശിപ്പിക്കുന്നു. എന്നിട്ടും ദേവസ്വം ബോർഡ് ഇയാളെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടാകുന്നില്ല. എനിക്ക് ഓർമ്മ വരുന്നത്, നമുക്കറിയാം മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന, തൊട്ടടുത്തിരുന്ന് ജോലി ചെയ്ത ഒരാൾ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാവുകയും ദീർഘനാൾ ജയിലിൽ കഴിയുകയും ഒക്കെ ചെയ്ത സമയമുണ്ട്. അന്ന് നമ്മളിത് ചർച്ച ചെയ്തിരുന്നു. എന്താണ് ഇന്റലിജൻസ് സംവിധാനമൊക്കെ ഏത് തരത്തിലാണ് പ്രവർത്തിക്കുന്നത്, തൊട്ടടുത്തിരുന്ന ആൾ ഇത്ര വലിയൊരു കള്ളനാണ്, അല്ലെങ്കിൽ ഇത്തരം കേസുകളിൽ ബന്ധപ്പെട്ട പ്രതികളുമായി അടുപ്പമുണ്ടോ എന്ന് മനസ്സിലാക്കാൻ പറ്റാത്തൊരു ഭരണ സംവിധാനമാണോ എന്ന് നമ്മൾ അന്ന് ചർച്ച ചെയ്തിരുന്നു. ശ്രീ അനിൽവിളെ, രഞ്ജിത്തെ, ഞാൻ ഒരു കാര്യം കൂടെ ഒന്ന് സൂചിപ്പിച്ചുകൊള്ളട്ടെ, ഒരു ചെറിയ കാര്യം കൂടെ. ഈ കേസിന്റെ നാൾവഴികൾ, ഇതിനകത്ത് മുതിർന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനൊരാളും ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ടല്ലോ. എല്ലാ ക്രിമിനൽ കേസുകളുടെയും ബേസിക് ഡോക്യുമെന്റ് എന്ന് പറഞ്ഞൊരു മഹസറാണ്. ഈ കേസിൽ ചെന്നൈയിലേക്ക് കൊണ്ടുപോയ പാളി സ്വർണം പൂശി തിരികെ കൊണ്ടുവന്നപ്പോൾ തയ്യാറാക്കിയ സ്പോട്ട് മഹസർ ഉണ്ട്. ആ സ്പോട്ട് മഹസർ അനുസരിച്ച് എന്താണ് നടന്നിരിക്കുന്നത്? ഒരു സ്പോട്ട് മഹസറിനെ സംബന്ധിച്ചിടത്തോളം നിയമം അറിയാവുന്ന എല്ലാവർക്കും അറിയാം, ഒരു മഹസറിനകത്തെ സാക്ഷികൾ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ക്രെഡിബിൾ ആയിട്ടുള്ള വിറ്റ്നസ്സുകൾ ആയിരിക്കണമെന്നാണ് ഇന്ത്യയിലെ തെളിവ് നിയമം പറയുന്നത്. ഈ കേസിനകത്ത് നമ്മൾ ആ സ്പോട്ട് മഹസർ നോക്കുമ്പോൾ ഒപ്പിടേണ്ട വ്യക്തികൾ ഒപ്പിട്ടിട്ടില്ല, ഒപ്പിടാൻ വ്യക്തിത്വമില്ലാത്ത 2 വ്യക്തികൾ ഒപ്പിട്ടിട്ടുണ്ട് എന്നുള്ളത് കാണാൻ സാധിക്കും. ആരൊക്കെയാണ് ഒപ്പിടാതിരുന്നത്? നിലവിലെ തിരുവാഭരണം കമ്മീഷണർ ഒപ്പിട്ടിട്ടില്ല, ദേവസ്വം ബോർഡിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഗോൾഡ് സ്മിത്ത് ഒപ്പിട്ടിട്ടില്ല. ഒരു ഗോൾഡ് സ്മിത്തിനല്ലേ പറയാൻ സാധിക്കത്തുള്ളൂ സ്വർണമായിരുന്നോ ചെമ്പായിരുന്നോ എന്ന് പറയാനുള്ള ആധികാരികമായ അവകാശം ആ ഗോൾഡ് സ്മിത്തിനാണ്. അതുപോലെ തന്നെ തിരുവാഭരണം കമ്മീഷണർക്കും ഇതിനകത്ത് ഡ്യൂട്ടി ഉണ്ട്. ആ 2 വ്യക്തികളും ഒപ്പിട്ടില്ല. ഒപ്പിട്ട വ്യക്തികൾ ആരാണ്? കളങ്കിത വ്യക്തിത്വങ്ങളായിട്ടുള്ള വ്യക്തികളാണ് ഒപ്പിട്ടിരിക്കുന്നത്. രാജേന്ദ്ര പ്രസാദ് എന്ന് പറയുന്ന വ്യക്തിയും മറ്റൊരു വ്യക്തിയും നിലയ്ക്കലിലെ മെസ് നടത്തിയ വകയിൽ ലക്ഷങ്ങൾ അടിച്ചു മാറ്റി നമ്മുടെ സംസ്ഥാനത്തെ വിജിലൻസും ആഭ്യന്തര വകുപ്പിന്റെ ഡെപ്യൂട്ടി സെക്രട്ടറിയും പറഞ്ഞു ഒരു കാലത്തും സർവീസിലേക്ക് തിരിച്ചെടുക്കരുത് എന്ന് പറഞ്ഞ കളങ്കിത വ്യക്തിത്വങ്ങളാണ് ആ മഹസറിൽ ഒപ്പിട്ടത്. അങ്ങനെ വരുമ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കാലത്ത് നടക്കുന്നതല്ല, പ്രൊഫഷണൽ ആയിട്ടുള്ള ക്രൈമാണ്, പ്രൊഫഷണൽ ക്രൈമാണ്. പണ്ടേ കാലത്തെ ഗുണ്ടകളോ അല്ലെങ്കിൽ ഓട് പൊളിച്ചിറക്കുന്ന മോഷ്ടാക്കളോ അല്ല. ഭാവിയിൽ കോടതിയിൽ എത്തുമ്പോൾ എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ള തന്ത്രം ഒരുക്കിയതിനു ശേഷം തയ്യാറാക്കിയിട്ടുള്ള തിരക്കഥയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ മോഷണമാണ്. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ആ ശോഭ കെടുത്താനൊന്നുമല്ല. ഇടതുപക്ഷ നിരീക്ഷകൻ ദയവായിട്ട്, താങ്കൾ ഒരു മാന്യമായിട്ട് സംസാരിക്കുന്ന ഒരാളാണ്, ഇത്തരത്തിലുള്ള ഈ ആശയങ്ങളൊക്കെ അരിയാഹാരം കഴിക്കുന്ന മലയാളികളുടെ മുമ്പിൽ അവതരിപ്പിക്കരുത്. ഒരിക്കൽ കൂടി സൂചിപ്പിക്കുകയാണ്. റെജി ലൂക്കോസ് ഈ വിഷയത്തിൽ ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ വിഷയത്തിന്റെ കൃത്യമായ കാര്യങ്ങൾ പുറത്തു വരണം എന്ന് ആഗ്രഹിക്കുകയും അങ്ങനെ ഇപ്പോൾ സംസാരിക്കുകയും ചെയ്ത വ്യക്തിയാണ്. അദ്ദേഹം പത്മകുമാറിന്റെ പേരൊക്കെ പറഞ്ഞു, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറിന്റെ പേരൊക്കെ അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന് ഇതിൽ പങ്കാളിത്തമുണ്ടോ, സംശയമുണ്ടോ? ശോഭ കെടുത്താൻ ശോഭ കെടുത്താൻ ശോഭയില്ലായിരുന്നു അയ്യപ്പ സംഗമത്തിന്. എനിക്കിത് അറിയാം. കേരളത്തിൽ ഏറ്റവും ആദ്യം തന്നെ ആ പമ്പാ സംഗമത്തിന്റെ ഒരു സ്റ്റിൽ ഫോട്ടോ പുറത്തുവിട്ട പത്രപ്രവർത്തകരാണ് താങ്കൾ. താങ്കളാണല്ലോ അവിടെ ആളില്ലാത്തൊരു ഫോട്ടോ ഇട്ടത്. അത് AI ഉപയോഗിച്ചാണെങ്കിൽ താങ്കൾ ആ കേസിൽ പ്രതിയാവണം. AI ഉപയോഗിച്ച് ആളിനെ മാറ്റിയെങ്കിൽ രഞ്ജിത്ത് രാമേന്ദ്രൻ എന്ന് പറയുന്ന പത്രപ്രവർത്തകനെതിരെയാണ് ആദ്യത്തെ ക്രൈം എടുക്കേണ്ടത്. അങ്ങനെ എടുക്കാൻ ധൈര്യമില്ല. ഇതൊക്കെ ചുമ്മാത് പറഞ്ഞു വരുത്തുന്ന ഇടതുപക്ഷ ബുദ്ധിജീവികൾ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറഞ്ഞു വരുത്തുന്ന കള്ളക്കഥകളാണ്. അതുകൊണ്ട് എനിക്ക് ഒരിക്കൽ കൂടി പറയാനുള്ള ഒരൊറ്റ കാര്യമേ ഉള്ളൂ, ഇത് CBI പോലെയുള്ള ഒരു അന്വേഷണ ഏജൻസി ഈ കേസ് ഏറ്റെടുത്ത് നടപ്പാക്കണം. അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ ഗുരുക്കന്മാർ, പഴയ ദേവസ്വം മന്ത്രി, മുഖ്യമന്ത്രിയുടെ ഓഫീസുകളിലേക്ക് ഇതിന്റെ വഴിത്താരകളുണ്ട്. ആ വഴിത്താരകളിലേക്ക് നടന്നു പോകാൻ പ്രയാസമുള്ള ഉദ്യോഗസ്ഥരാണ് ഈ അന്വേഷണ സംഘത്തിലുള്ളത്. അതിനകത്ത് 1-2 പേർ കളങ്കിത വ്യക്തിത്വങ്ങളാണ്. ശബരിമല ദേവസ്വത്തിന്റെ